ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ്. കർക്കിടക വാവുബലിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ഒരേ ഒരു പരശുരാമ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. പരേതരായ ആത്മാക്കൾക്ക് ബലിയിടുന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം. എല്ലാ ദിവസവും ബലിയിടാൻ പറ്റുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. വാവുബലിയ എന്ന് അത്യപൂർവമായ ജനത്തിരക്കാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ കണ്ടത്. ഒരുപാട് ഭക്തജനങ്ങൾ ബലിതർപ്പണത്തിനായി വന്നിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്ന് പോലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്താണ് ബലിതർപ്പണം നടത്തുന്നത്. പരേതരായ ആത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബലിതർപ്പണം നടത്തുമ്പോൾ അവരുടെ ഓരോരുത്തരുടെ മുഖത്തും സങ്കടത്തിൻ്റെ ഭാവങ്ങളായിരുന്നു. ഈ ജനത്തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നതെന്ന്. ഈ കാണുന്നതൊന്നുമല്ല ജനത്തിരക്ക്. ഇതുപോലെ ഒരുപാട് പന്തലുകൾ തിരുവല്ലത്തിൻ്റെ പല ഭാഗത്തായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല പരേതരായ ആത്മാക്കൾക്ക് ഇവിടെ കരിനാൾ തീർക്കുന്നതിന് വെറും 700 രൂപ മാത്രമേ ഉള്ളൂ. പലരും കരിനാൾ ദോഷം അകറ്റാൻ വേണ്ടി ഒത്തിരി കാശ് ചിലവാക്കുന്നവരുണ്ട്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചടങ്ങുകൾക്ക് ശേഷം 16-ൻ്റെ അന്ന് ബലിയുടെ കൂടെ തന്നെയാണ് കരിനാൾ നീക്കുക. വരുന്നതിൻ്റെ തലേ ദിവസം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുകയും വേണം. ദക്ഷിണേന്ത്യയിൽ തന്നെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തിയാൽ പിന്നെ അടുത്ത വർഷം വരെ ബലിതർപ്പണം നടത്തേണ്ടതില്ല. ഒരു വർഷക്കാലം അതിൻ്റെ പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. കുഞ്ഞു മക്കൾ മുതൽ പ്രായമായവർ വരെ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഇവിടെ വന്ന് ബലിയിടുന്നത്. അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് സ്ഥിരമായി ഇവിടെ വന്ന് ബലിയിടുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ലോക പ്രശസ്തി ആർജിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ക്ഷേത്രം ഐതിഹ്യം ഇങ്ങനെയാണ്. ചതുർബാഹുവായ പരശുരാമ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാവിഷ്ണുവിൻ്റെ ചിഹ്നങ്ങളായ ശംഖ്, ചക്രം, ഗദ എന്നിവയും താമരയ്ക്ക് പകരം മഴുവുമാണ് പരശുരാമ പ്രതിഷ്ഠയുടെ കൈകളിൽ കാണുക. ഒരു കർക്കിടക വാവിന് തിരുവല്ലത്തെത്തിയ ശങ്കരാചാര്യ സ്വാമികൾ ആറ്റിൻകരയിൽ വന്ന് ബലിയിട്ടു. പിന്നെ ആറ്റുമണൽ മുങ്ങിയെടുത്ത് പരശുരാമ വിഗ്രഹമുണ്ടാക്കി. അതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. പിതൃസങ്കല്പം ശൈവമോ വൈഷ്ണവമോ ആകാമെങ്കിലും വിഷ്ണു സങ്കല്പത്തിനാണ് പ്രാധാന്യം. അമ്മയ്ക്ക് പുനർജന്മം കൊടുത്ത വ്യക്തിയുമാണ്. അതുകൊണ്ട് ആത്മാവിന് ശാന്തി നേടിക്കൊടുക്കാൻ പരശുരാമ പാദങ്ങളിൽ ബലിയർപ്പിക്കണം എന്നാണ് വിശ്വാസം. സ്ഥിരം ഇവിടെ വന്നാണോ ബലിയിടാറ്? ഇവിടെ ഇടും. എത്ര വർഷമായി ഇപ്പോൾ? 10-15 വർഷം കൊണ്ട് ബലിയിടുകയാണ്. ഓ, മാസബലി ഇവിടെ. ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തുന്നതിൻ്റെ പുണ്യം വേറെ എവിടെ നിന്നും ലഭിക്കില്ല.